താങ്ക് യു താങ്ക് യു. സാറ, ഇത് മനോഹരമായിട്ടുണ്ട്. എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. ഓ, ഈ സാറെന്തിനാ എന്നെ വിളിക്കുന്നേ? ഈ പെണ്ണിന് വേറെ ഒരു പണിയില്ലേ? അത് പിന്നെ ആ സാറയായിരുന്നോ? ഫോൺ വിളിച്ചിട്ടെന്താ എടുക്കാതെ? ബിസിയോ? ഇതെന്താ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല? ഓ, അവളായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ജൂലി, അങ്ങനെ ഒരു ഡൗട്ടും ഇല്ല. അതേതായാലും നന്നായി. പക്ഷേ ആൾ 24 മണിക്കൂറും എനിക്ക് കോൾ ചെയ്യുന്നു, ചാറ്റ് ചെയ്യുന്നു. ഹോ, ആളങ്ങ് ബ്ലോക്ക് ആക്കിയേക്ക്. വെറുതെ എന്തിനാ ശല്യം? അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. ഓ, എബിൻക്ക് എപ്പോഴും സാറയോട് തന്നെ ഇഷ്ടം അല്ലേ എബിൻ? എന്താ ജൂലി ഇത്? സീരിയസ് ആവല്ലേ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ജൂലിയെ ഇഷ്ടം. എനിക്ക് ആഗ്രഹം എന്നെക്കാളും പഠിക്കുന്ന ഒരാളെ വേണമെന്നായിരുന്നു. അതെന്താ? ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന കാര്യം, അത്രേ ഉള്ളൂ. ബട്ട് എന്നാലും എനിക്ക് എബിൻ ഇഷ്ടം. എന്തായാലും എബിൻ, നീ പോവാൻ നോക്ക, അല്ലെങ്കിൽ സാറിക്ക് സംശയം തോന്നിയാല് ഇന്നോളെ 2 കഷ്ണാക്കൂ. ആ, അവളിങ്ങോട്ട് വരട്ടെ. അവളൊന്നും ചെയ്യത്തില്ല. എന്തായാലും ഫസ്റ്റ് കേൾക്കുമ്പോ ഇത് വലിയ ഷോക്കായിട്ട് തോന്നും. പിന്നത് ശീലാവും അവൾക്ക്. അതെ അതെ, അല്ലേലും എബിൻക്ക് ചേർന്നതല്ല സാറ. എന്നിട്ടും ഞാനാ ചേർന്നത്. ഇച്ചിരി സമയം എടുത്തു മാത്രം. എടി, എന്റുപ്പ 5 ദിവസം കഴിഞ്ഞാ വരുന്നുണ്ട്. ആഹാ, എന്താടി എന്റെ മുഖത്തിന് പറ്റിയത്? പാടൊരു ക്ഷീണം കാണണ്ടല്ലോ. ഒന്നുമില്ല. അങ്ങനെ കള്ളം പറയണ്ട. പറ എന്താ? എനിക്ക് എബിന് ഡൗട്ട് ഉണ്ട്. എന്തിനാ? എല്ലാ സമയത്ത് കോൾ ചെയ്യുന്ന സമയത്ത് ബിസി എന്ന് കാണിക്കുന്നേ. അവനാർക്കാ ഇത്രമാത്രം സംസാരിക്കുന്നേ? ഫ്രണ്ട്സ് ആളോടായിരിക്കും. അതിപ്പോ 24 മണിക്കൂർ ഉണ്ടാവോ? ഞാൻ അയക്കുന്ന ഓരോ മെസ്സേജ് പോലും കാണുന്നില്ല. അതുപോലെ തന്നെ അവൻ എപ്പോഴും ഓൺലൈനിലുണ്ട്. ഈ പേടിക്കല്ലേ, എക്സാം വരില്ലേ, അപ്പോ അതിന്റെ പേടി കാരണം പഠിച്ചോണ്ടിരിക്കായിരിക്കും. ഫോൺ തുറന്നു വെച്ചോ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കോ? അവന് ഇല്ല അങ്ങനൊന്നും ഉണ്ടാവൂല. ഓ, ഇതാ വരുന്നു. ഇവളെന്താ ഇങ്ങനെ നോക്കുന്നേ? എവിടെയായിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഈ എന്താ എന്റെ മെസ്സേജ് നോക്കാത്തെ? അത് ഞാൻ ഫോൺ എടുക്കാറില്ല. ഫോൺ എടുക്കാതെ പിന്നെ നീ ഇങ്ങനെ ഓൺലൈനിൽ കാണുന്നേ? അത് ആക്ച്വലി ഇപ്പോ അമ്മന്റെ അടുത്ത ഫോണ്. അതുകൊണ്ടാ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തെ. അമ്മയാണ് ഫോൺ എടുക്കാറ്. 24 മണിക്കൂറും ബിസി ആണല്ലോ ആള് ഫോൺ വിളിക്കുമ്പോ. അത് പിന്നെ എക്സാം ഒക്കെ വരല്ലേ, അതുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാ അവര് കൊറേ നേരം വിളിക്കുന്ന. മാർക്ക് ഉണ്ടാവോ, ഫുൾ ഉണ്ടാവത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പോരാത്തിന് ഞാൻ പ്രിൻസിപ്പളിന്റെ മോനല്ലേ, അതുകൊണ്ടായിരിക്കോ. അതാ നീ വിളിക്കുമ്പോ എപ്പോഴും ബിസി ആയിട്ട് കാണുന്നേ. ഇപ്പൊ എന്തായി? നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടിക്കോളൂ. അപ്പൊ നീ തീരെ ഫോൺ എടുക്കാറില്ല? എനിക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഫോൺ തരാറില്ല. എക്സാം അല്ലേ, പഠിക്കുന്ന പറയണേ. ശരി, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാണ്ട്. അയ്യോ സാറാ, ഞാനിപ്പോ ബിസിയാ. ഇതെന്തോന്നടാ ബിസി കുടുംബോ? എന്തോന്നിത്? ക്ലാസ്സിൽ നിന്നെ കാണത്തില്ല. ബെല്ലടിച്ച അപ്പൊ നീ ഓടുമല്ലോ. ഓ, നിനക്കെന്താ സംശയരോഗ? ഞാൻ പോവാണ്, എനിക്ക് കുറച്ച് പണിയുണ്ട്. കണ്ട, അവൻ എസ്കേപ്പ് ആയത് കണ്ടോ? എന്തായാലും വേണ്ടില്ല, എനിക്ക് അവന്റെ ഫോൺ ചെക്ക് ചെയ്യണം. നീ എന്താ പറയുന്നേ? ഫോൺ എങ്ങനെ ചെക്ക് ചെയ്യാനാ? അവന്റെ വാട്സപ്പ് നോക്കും. അതിന് ഫോൺ എങ്ങനെ കിട്ടും? പ്രിൻസിപ്പളിനോട് ചോദിക്കണോ? ഓ, സാറയാണെന്ന് പറയുമ്പോ പെട്ടെന്ന് കയ്യിൽ തരും. നീ നമ്മുടെ മിസ്സിനോട് ചോദിച്ചു നോക്ക്. മിസ്സേ, ക്ലാസ് ഒക്കെ കഴിയാനായല്ലോ, അപ്പോ എല്ലാരും കൂടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. അതിനു വേണ്ടിട്ട് മിസ്സേ ഫോണൊക്കെ സ്കൂളിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്ക്. ചീഫ് ടീച്ചർക്ക് നിന്നെ വലിയ കാര്യല്ലേ, നീ ഒന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് നീ എബിനോട് കൊണ്ടുവരാൻ പറ ഫോണ്. നമുക്ക് ചെക്ക് ചെയ്യാം. ആ ശരി, ഞാനെന്നാ ചോദിച്ചു നോക്കട്ടെ. എന്താ സാറാ? മാം, എനിക്ക് എന്താ? ഞങ്ങളുടെ അവസാന വർഷമല്ലേ ഇത് പറയാനാണോ വന്നത്? അല്ല മാം, നമുക്ക് അവസാനത്തെ കുറച്ച് മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതിന് ഫോൺ വേണം. ഫസ്റ്റ് ഇയർ അല്ലേ, അതുകൊണ്ടാ. ഫോണോ? എന്റെ ഫോൺ എടുത്തോ? അയ്യോ, നമ്മുടെ ക്ലാസ്സിലെ എബിന്റെ ഫോൺ ഉണ്ടല്ലോ, നല്ല ക്ലിയറാ. അതിലെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും.
നീ പറഞ്ഞു വരുന്നത് ക്ലാസ്സിലേക്ക് ഫോൺ കൊണ്ടുവരണമെന്നാണോ? ആ അതെ. സോറിടാ, അത് പോസിബിൾ അല്ല. അതെന്താ? പ്ലീസ് മാം, നമ്മുടെ സ്കൂളിൽ ഓരോ റൂൾസ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് വേണം നമ്മൾ നീങ്ങാനായിട്ട്. ക്ലാസ്സിലേക്കൊന്നും ഫോൺ കൊണ്ടുവരാൻ പറ്റത്തില്ല. പ്രിൻസിപ്പൾ പ്രത്യേകം അത് പറയാറുണ്ട്. മാം ഒന്ന് പ്രിൻസിപ്പളോട് ഒന്ന് പറയോ? ഹേയ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്തായാലും സാറ് പൊക്കോ. മാം എന്താ? ഫോൺ കൊടുന്നാൽ എന്താ പ്രശ്നം? എന്താ സാറേ ഇത്? മോള് പോയിട്ട് പഠിക്കാൻ നോക്ക്. ശരി. അല്ലെങ്കിൽ മനുഷ്യന് പണിയും ചുമയായിട്ട് കിടക്കുക. എന്തായി? സമ്മതിക്കുന്നില്ല. നമ്മൾ ഇന്നലത്തെ പ്ലാൻ പൊളിഞ്ഞല്ലേ? ഇന്നാണെങ്കില് ഷീബ ടീച്ചറും ഇല്ല. പേടിക്കണ്ട സാറാ. എന്താ? പേടിക്കണ്ട. ആ ശരി. എബിന്റെ ഫോണും അവന്റെ അമ്മ അഥവാ പ്രിൻസിപ്പളിന്റെ ഫോണും ഒന്നല്ലേ അവൻ പറഞ്ഞേ? അതെ. എന്ന് വെച്ചാ പ്രിൻസിപ്പളിന്റെ ഫോൺ നോക്കിയാ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അന്റെ ബുദ്ധി വിമാനല്ലല്ലോ, റോക്കറ്റ് ആണല്ലോ. പക്ഷേ എങ്ങനെ എടുക്കും? അതൊക്കെ വഴിയുണ്ട്. വാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാ. ഈ എന്താ ചെയ്യണേ? അതൊക്കെയുണ്ട് ഫിദ, നീ എന്റെ ഒപ്പം നിന്നാ മതി. സെറ്റ്. ശരി വാ. എന്താ? മാം, എനിക്ക് ഭയങ്കര തലവേദന. എനിക്കൊന്ന് വീട്ടിൽ പോണായിരുന്നു. മാമിന്റെ ഫോണൊന്ന് തരുമോ? ഓ, ഇന്ന് ഷീബ ടീച്ചർ ഇല്ലായിരിക്കൂലേ? ആ ഇല്ല ഇല്ല. ശരി ശരി. അത്രയ്ക്കും തലവേദന ഉണ്ടോ നിനക്ക്? പിന്നെ എനിക്ക് നല്ല തലവേദന ഉണ്ട്. അയ്യോ, തലവേദന എടുത്ത് 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 എനിക്ക് തല പൊട്ടുന്നുണ്ട്. മാം പ്ലീസ് ഒന്ന് വിളിക്കോ? ഫോണൊന്ന് തരാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. അത് വേണ്ട, നിന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചോളാം. ഞാൻ എന്നാല് നമ്പർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എടി, പണി പാളിയോ? പാളിയെന്ന് തോന്നേ. എടി പെണ്ണി, ഒന്ന് എത്തി നോക്ക്. ശരി. എത്ര കാലമായിട്ട് എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. വീട്ടിലേക്ക് വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കുന്നില്ലല്ലോ? സാറ സാറ, എന്താ? വീട്ടിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ ഓക്കെ, വിക്സ് ഉണ്ടെങ്കിൽ അത് തന്നാ മതി, മാറും. ഇപ്പൊ അങ്ങനെ ആയോ? തല പൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെന്ത് പണിയാ കാണിച്ചേ? എന്താ ഇത്? ഓരോന്നായിട്ട് വന്നോളൂ. ഇനി മേലാൽക്ക് ഇമ്മാതിരി കേസായിട്ട് വരരുത്. സോറി പ്രിൻസിപ്പൾ. ആരോടൊപ്പം ചോദിക്കുക? ആരാ? സാറ. സാറ? സാറയുടെ ആരെങ്കിലും ആണോ? നിങ്ങള് ഏത് സാറെ കുറിച്ചാ പറയുന്നേ? എത്രാം ക്ലാസ്സിലാ? 10ൽ പഠിക്കുന്ന സാറ. ഓ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. അവൾക്കെന്തോ തലവേദന എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ അതാണോ വന്നേ? നിങ്ങൾ ഓഫീസിലോട്ട് വന്നോളൂ. ഓ, വിളിച്ചിരുന്നോ? ഞാന് അവൾക്ക് തലവേദന ആയതുകൊണ്ടെന്നല്ല വന്നത്. പിന്നെ നിങ്ങള് ചേച്ചിയാണോ അവളുടെ? കാര്യം എന്താ? എന്തായാലും ഓഫീസിലോട്ട് അവളെ വിളിപ്പിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് വരൂ. ആ ശരി.